ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്ക പാകിസ്ഥാന് കാര്യമായിട്ടുള്ള മിലിറ്ററി അസിസ്റ്റൻസ് അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള സഹായങ്ങൾ. അത് ചെറിയ സഹായമൊന്നുമില്ല. 686 മില്യൺ US ഡോളറിന്റെ പാക്കേജാണ് അപ്രൂവ് ആയിരിക്കുന്നത്. ഏകദേശം അവരുടെ F-60 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജി പാകിസ്ഥാന് നൽകിക്കൊണ്ട് അവരുടെ F-16 ഫൈറ്റർ ജെറ്റ്സിന്റെ സ്ക്വാഡൺ അല്ലെങ്കിൽ ഫ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, സ്ക്വാഡൺ. അപ്പോൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും ഏറ്റവും അപ്ഗ്രേഡേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആ അപ്ഗ്രേഡേഷൻ വേണ്ടി 686 മില്യൺ ഡോളറിന്റെ മിലിറ്ററി പാക്കേജ് പാകിസ്ഥാന് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ആയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്പറേഷൻ ഏജൻസി കോൺഗ്രസിന് കൊടുത്ത ലെറ്ററിൽ നിന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അഡ്വാൻസ് ടെക്നോളജിയും സപ്പോർട്ടും, F-16 വേണ്ട അഡ്വാൻസ് ടെക്നോളജിയും സപ്പോർട്ടും. കാരണം നമുക്കറിയാം, ഏത് വെപ്പൺ സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ഏതൊരു നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റംസ് ഒക്കെ അതിനകത്തിൽ ടെക്നോളജി അവർ പുതുതായിട്ട് ആഡ് ചെയ്യും തോറും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇതുപോലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റിലായാലും അല്ലെങ്കിൽ മറ്റിതുപോലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റത്തിലൊക്കെ അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്ഗ്രഡേഷൻ നടത്തുക സർവ്വസാധാരണമാണ്. അത് നടത്തിയില്ലെങ്കിൽ ഇത് വാങ്ങിച്ച രാജ്യത്തിന് തീർച്ചയായിട്ടും അവർക്ക് ആ മിലിറ്ററി എഡ്ജ് അല്ലെങ്കിൽ അതുകൊണ്ട് ആ ഒരു വെപ്പൺ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. മറ്റേതെങ്കിലും ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഈ വാങ്ങിച്ച രാജ്യവും കൊടുത്ത രാജ്യവും തമ്മിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനകത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ പുറമോട്ട് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 2 ദശാബ്ദക്കാല സമയത്ത് തീർച്ചയായിട്ടും പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ പറയത്തക്ക വലിയ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില ഈ മേക്ക് ഓർ ബ്രേക്ക് റിലേഷൻസ് മാത്രമേ അവർ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ എന്നുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയായിട്ടുള്ള റിലേഷൻസ് ഒക്കെ കൂടുതൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള അവരല്പം അത്രയും പാകിസ്ഥാനെ കൂടുതൽ ഈ വെപ്പണൈസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ട്രംപിന്റെ രണ്ടാമത്തെ പ്രസിഡൻഷ്യൽ ടേം ആരംഭിച്ചത് ഏഹ്, അതിനുശേഷവും പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമൊക്കെ ഇന്ത്യയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ ഒഴിവാക്കി നിർത്തുന്ന, അല്ലെങ്കിൽ അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ ഇന്ത്യൻ ഓഷ്യൻ പ്രത്യേകിച്ച് അതുപോലുള്ള റീജിയനിലൊക്കെ വളരെ ഒരു ഇനബിറ്റബിൾ ആയിട്ടുള്ള പാർട്ട്ണറാണ് എന്ന് അമേരിക്ക പോലും സമ്മതിച്ചിരുന്ന ആ ഒരു അവസരത്തിൽ നിന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ തഴഞ്ഞുകൊണ്ട് പാകിസ്ഥാന് കൂടുതൽ സൈനികപരമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുകയും അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക കൂടുതൽ ബന്ധങ്ങൾ പഴയതിലും മെച്ചപ്പെടുത്തുന്ന ഒരു വാം റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് നമുക്കിത് ഇപ്പോൾ ഈ F-16 ഫൈറ്റർ ജെറ്റ്സ് ടെക്നോളജീസ്, അഡ്വാൻസ് ടെക്നോളജി അതുമായിട്ട് ബന്ധപ്പെട്ട സപ്പോർട്ടും ഒക്കെ നൽകുന്നത്. അത് അമേരിക്ക തന്നെ പറയുന്നുണ്ട്, അത് അമേരിക്കയുടെ ഫോറിൻ പോളിസിയും നാഷണൽ സെക്യൂരിറ്റി ലക്ഷ്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈമറി ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാഥമികമായിട്ടുള്ള അമേരിക്ക ഇങ്ങനെ കൊടുക്കുന്നുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോറിൻ പോളിസി ഓബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി ഓബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങളൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അതിനെ ഒരു പോൺ പോൺ എന്ന് പറഞ്ഞാൽ ഒരു കളിപ്പാവ എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ അതുപോലെ രാജ്യങ്ങളൊക്കെ അവരെപ്പോഴും ഉപയോഗിക്കുന്നതല്ല. അല്ലെങ്കിൽ അവരുടെ പ്രോക്സി ആയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ട്രഡീഷണലായിട്ട് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പാകിസ്ഥാന് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനിൽ ഒരേ ഒരു എതിരാളിയേ ഉള്ളൂ. അത് അവർ ഇന്ത്യയാണ് അവരുടെ എതിരാളിയായിട്ട് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ അവർക്കൊരു മിലിറ്ററി എഡ്ജ് അല്ലെങ്കിൽ മിലിറ്ററി അഡ്വാൻറ്റേജ്, സൈനികപരമായിട്ടുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ പാകിസ്ഥാനെ കൂടുതൽ വെപ്പണൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അത് ഏതോ കാരണത്തിൻ്റെ ഫലമായിട്ട് ട്രംപിനെ ഇന്ത്യയോട് എന്തോ എന്താണ് പറയുന്നത്, ഒരു വെറുപ്പോ അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ അകറ്റി നിർത്തണം എന്നുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച്
ഹെഡേക്കാണ്, ഒരു ആശങ്കയാണ്. കാരണം അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം അമേരിക്ക ഈ അടുത്ത സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള വെപ്പൺസ് ഡീലിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ പരിശോധിക്കാൻ കഴിയും. അപ്പോൾ അത് അമേരിക്കയുടെ ഫോറിൻ ജിയോ പൊളിറ്റിക്കൽ ഓബ്ജക്റ്റീവ്സിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. ഒരുപക്ഷെ എന്നല്ല, നമുക്കറിയാം അമേരിക്ക ഇടപെടുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹ്രസ്വകാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം വിഷനോട് കൂടി ആയിരിക്കത്തില്ല, ലോങ് ടൈമിലേക്ക് അവർ ഏതെങ്കിലും രീതിയിലുള്ള എന്താണ് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ കോപ്പ് കൂട്ടാനോ ഒക്കെ തന്നെയുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പാകിസ്ഥാനെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വളരെ എന്താ പറയുന്നത് ഒരു റിന്യൂഡ് ആയിട്ടുള്ള ഒരു എന്തൂസിയാസം അമേരിക്ക കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും അമേരിക്കയുടെ പാർട്ട്ണർ ഫോഴ്സിനും അവരുടെ സഖ്യകക്ഷികൾക്കും ഒക്കെ തന്നെ കൗണ്ടർ ടെററിസം നടത്തുന്നതിന് വേണ്ടി പാകിസ്ഥാനെ അമേരിക്കയ്ക്കൊപ്പം നിർത്തുകയും അവരെ ഇന്ററോപ്പറബിലിറ്റി എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ പരസ്പരം രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഓൾറെഡി അത് ആം, എന്താണ് ഒരു ഫുൾ ഫ്ലഡ്ജഡ് അത് നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇന്ററോപ്പറബിലിറ്റി ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇന്ത്യയുടെ പല, പ്രത്യേകിച്ച് ഇന്ത്യൻ നേവൽ, ഇന്ത്യൻ ഓഷനിലെ ഇന്ത്യൻ നേവിയുടെയൊക്കെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൽ അമേരിക്ക വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്ത്യൻ നേവിക്ക് അത്യാവശ്യമായിട്ടുള്ള പിന്നെ എന്താണ് പറയുന്നത് ഹെൽപ്പ് സപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ വെപ്പൺസ് ഒക്കെ തന്നെ ഈവൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ അത് പ്രൊക്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ ഹെജിമോണി എന്നൊക്കെ നമ്മൾ പറയും, എന്താണ് പറയുന്നത് അപ്രമാദിത്യം. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടി ഇന്ത്യയുടെ കപ്പാസിറ്റി, കാരണം അതിന് പ്രാപ്തമായിട്ടുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. അപ്പോൾ അങ്ങനെ അമേരിക്ക പോലും ഒറ്റയ്ക്ക് അത് കഴിയത്തില്ല എന്നുള്ളൊരു പിന്നെ നിലപാട് കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇന്ത്യയെ കൂട്ടുപിടിക്കുകയും ഇന്ത്യൻ ഓഷനിൽ ചൈനയുടെ ഡോമിനൻസിനെ അല്ലെങ്കിൽ ചൈനയുടെ പവർ പ്രൊജക്ഷനെയൊക്കെ അമേരിക്ക എതിർക്കുവാൻ വേണ്ടി, ഒപ്പോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്വാഡൊക്കെ അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളൊരു സെക്യൂരിറ്റി ഗ്രൂപ്പിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ കൊടുത്ത ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ കുറേ ടെക്നോളജിക്കലായിട്ടുള്ള ലിങ്ക് 16 സിസ്റ്റംസ്, എൻക്രിപ്ഷൻ ഗിയർ, അതുപോലെ അപ്ഗ്രേഡഡ് ഏവിയോണിക്സ്, അതുപോലെ ട്രെയിനിങ്, അവരുടെ എന്താ പറയുന്നത് മിലിറ്ററി ഓഫീസേഴ്സിന് അല്ലെങ്കിൽ മിലിറ്ററി പേഴ്സണലിൻ്റെ ട്രെയിനിങ്, അതുപോലെ ഫുൾ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട്, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മിലിറ്ററി പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ സർവലൻസ്, ഐഡന്റിഫിക്കേഷൻ, എയർ കൺട്രോൾ, വെപ്പൺസ് എൻഗേജ്മെന്റ് കോർഡിനേഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ചില മേഖലകളൊക്കെ തന്നെ അവർക്ക് പിന്നെ മുൻഗണന കൊടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞൊരു സെക്യൂരിറ്റി മിലിറ്ററി പാക്കേജ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ എയർഫോഴ്സും അമേരിക്കയുടെ എയർഫോഴ്സും തമ്മിൽ സീംലെസ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ, സീംലെസ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പറയുന്നത് അതിന് യാതൊരു അതിർവരമ്പുകളും ഇല്ല. എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ ദർ ഈസ് നോ സ്റ്റോപ്പ്, അല്ലെങ്കിൽ അതിനൊരു കണ്ടീഷണാലിറ്റി ഒന്നുമില്ല. കാരണം ഏത് കൗണ്ടർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നമുക്കറിയാം അമേരിക്കയുടെ ടെർമിനോളജിയിലുള്ള കൗണ്ടർ ടെററിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളെ അവർക്ക് നേരിടാൻ വേണ്ടി അവർ തന്നെ പ്രോക്സീസിനെ ഉണ്ടാക്കുകയും ആ പ്രോക്സീസിനെതിരെ അവർ തന്നെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ വളരെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൗണ്ടർ ടെററിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ചില രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട് കൃത്യമായിട്ട്. ആ രാജ്യങ്ങളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അതാത് റീജിയനിൽ, ഇപ്പം മിഡിൽ ഈസ്റ്റ് റീജിയനാണ്, ഇപ്പം നമ്മുടെ സൗത്ത് ഏഷ്യ റീജിയനാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനാണ്. അപ്പം ഇങ്ങനെയുള്ള ഫ്ലാഷ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിന്റ്സ് ഒക്കെ അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവരവിടെ ഓരോ രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുക, അവരുടെ പാർട്ട്ണറായിട്ട് അവർ അപ്പോയിന്റ് ചെയ്യുകയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രോക്സി ആയിട്ടുള്ള രാജ്യങ്ങളെ അവർ തിരഞ്ഞെടുക്കുകയും പ്രോക്സീസിനെ അവർ കൂടുതൽ അവരുടെ അതൊരു ഈ ടെമ്പററി ആയിരിക്കും, ചിലപ്പോൾ ഒരു 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ ആയിരിക്കും ഈ പ്രോക്സീസിനെ അവർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അവർ പ്രോക്സീസിനെ ഒഴിവാക്കും. പാകിസ്ഥാൻ്റെ കേസൊക്കെ നമുക്കറിയാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് വളരെ ഒരു നമ്മൾ സൈ ഓഫ് റിലീഫ് എന്നൊക്കെ പറയും, ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മുമ്പിൽ അവർക്കൊന്നും ഞെളിഞ്ഞു നിൽക്കാൻ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക്
കാര്യമായിട്ടുള്ള പ്രഹരം പാകിസ്ഥാനെ ഏൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ അതിനുശേഷം ഏം, അവർക്ക് കാര്യമായിട്ടുള്ള പരിക്കെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റ് പറഞ്ഞാൽ 10-20 ബില്യൺ ഡോളറിൻ്റെ നഷ്ടം അവർക്ക് ഉണ്ടായിട്ടുണ്ട്, പാകിസ്ഥാൻ സൈന്യത്തിനുണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്തെല്ലാം പാകിസ്ഥാന്റെ സൈനികമായ എന്താ മിലിറ്ററി ടാർഗറ്റ്സ് ആയിരുന്നു കൂടുതലും. കാരണം സിവിലിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. കാരണം പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, പ്രത്യേകിച്ച് സൈനികപരമായിട്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ റിസോഴ്സിനെ അല്ലെങ്കിൽ എയർബേസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയും അതൊക്കെ വളരെ പ്രിസിഷൻ ഗൈഡഡ് എന്താണ് പറയുന്നത് വെപ്പൺസ് ഉപയോഗിച്ച് നമുക്ക് അതിനെല്ലാം നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പാകിസ്ഥാൻ ഏകദേശം ഒരു 10-20 ബില്യൺ ഡോളറിൻ്റെയോളം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കത്തില്ലെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ അതിനുശേഷം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, ലോജിസ്റ്റിക്കൽ അസിസ്റ്റൻസ് ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയൊരു സൈ ഓഫ് റിലീഫാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യക്കെതിരെ തീർച്ചയായിട്ടും ഒന്ന് ഇപ്പോൾ ആ ഇത്രയും നാൾ ഉണ്ടായിട്ടുള്ള ക്ഷീണം മാറ്റുവാൻ ഈ ഒരു ഇക്കണോമിക് പാക്കേജ് അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ അതിനകത്ത് പാകിസ്ഥാൻ ഇപ്പം വലിയൊരു ആശ്വാസം ഉണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക ഈ ഡബിൾ സ്റ്റാൻഡേർഡ്, അത് അമേരിക്കയുടെയും പാശ്ചാത്യരുടെയൊക്കെ തന്നെ എന്താണ് പറയുന്നത് ബ്ലഡിലുള്ളതാണല്ലോ ഈ ഇരട്ടത്താപ്പ് നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചാണ്. നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻസിൽ ഈ പറഞ്ഞ ബാലൻസ് ഓഫ് പവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാലൻസ് ഓഫ് പവർ പണ്ട് നമ്മൾ ബ്രിട്ടൻ ഒരു സാമ്രാജ്യ ശക്തിയായിട്ട് നിന്ന കാലഘട്ടത്ത് മുതൽ അതിനുശേഷം ബ്രിട്ടന്റെ ആ സാമ്രാജ്യം ഇൻഹെറിറ്റ് ചെയ്താണ് അമേരിക്ക ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അതിനെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ബ്രിട്ടൻ അന്ന് എന്തായിരുന്നോ അതേ നയങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ രീതികളൊക്കെ തന്നെയാണ് അമേരിക്കയും പിന്തുടരുന്നത്. നമ്മൾ രാജ്യമായിട്ടല്ല കണക്കാക്കേണ്ടത്, അതൊരു ഇമ്പീരിയൽ സിസ്റ്റമായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ബ്രിട്ടന്റെ ഏറ്റവും വലിയൊരു എന്താണ് പറയുന്നത് ഒരു പോളിസി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ ഒരു ആയുധമായിരുന്നു ഈ ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബാലൻസ് ഓഫ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യം ഒന്ന് ശക്തമായിട്ട് വരികയാണെങ്കിൽ ആ രാജ്യം, കാരണം ഇത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും രാജ്യമായിരിക്കും, അപ്പോൾ അതിന് പിന്നെ തടയിടാൻ വേണ്ടി അവർ ഈ രാജ്യത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇതുമായിട്ട് നെയ്ബറിംഗ് ആയിട്ടുള്ള ഇച്ചിരി വീക്കായിട്ടുള്ള രാജ്യത്തെ സ്റ്റേറ്റിനെ അവർ കൂട്ടുപിടിച്ചിട്ട് ആ രാജ്യത്തിനെ അവർ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഹിസ്റ്റോറിക്കലി, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഡീഹൈഫനേഷൻ എന്ന് പറയും. ഇപ്പം റഷ്യ സോവിയറ്റ് യൂണിയൻ, ഇന്ത്യ പാകിസ്ഥാൻ, അല്ലെങ്കിൽ ഇന്ത്യ ചൈന, അല്ലെങ്കിൽ ഇറാൻ ഇറാഖ്, സൗദി ഇറാൻ, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ, അല്ലെങ്കിൽ റഷ്യ പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡീഹൈഫനേഷൻ എന്ന് വെച്ചാൽ രണ്ട് ചേരികൾ നമുക്ക് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ രണ്ട് ചേരികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ ഒരു പവർഫുൾ രാജ്യമാകുമ്പോൾ നാച്ചുറലി ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇന്ത്യയെക്കാളിലും വീക്കായിട്ടുള്ള സ്റ്റേറ്റിനെ ഇന്ത്യ അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അലവസരം ഉണ്ടാക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ്, ഓർബിറ്റ് ഓഫ് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എവരെന്ത് ചെയ്യും, അമേരിക്ക, ഇപ്പം നമുക്ക് അമേരിക്കയുടെ പേര് പറയാം, കാരണം ഇപ്പം അമേരിക്കയാണ് സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അമേരിക്ക തീർച്ചയായിട്ടും പാകിസ്ഥാൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചൈന ഇതുപോലുള്ള രാജ്യങ്ങളെ അവർ കൂടുതൽ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്യുക, അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു ഡീഹൈഫനേഷൻ ഉണ്ടാക്കും ഇന്ത്യ പാകിസ്ഥാൻ. അല്ലെങ്കിൽ ഇനി ചൈനയാണ് വളർന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കപ്പാസിറ്റി അവർ ഇൻക്രീസ് ചെയ്യും, റഷ്യ, ചൈന. അപ്പോൾ ഇങ്ങനെ അവർ ഹിസ്റ്റോറിക്കലി ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ എന്താണ് ഒരു ഗാംബ്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ, അതിനുശേഷം അമേരിക്ക എന്നേരം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവർ മാത്രമാണ് അവരിവിടെ കാണിക്കുന്ന അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പരിധിക്ക് നിർത്തുക, ഇന്ത്യ കൂടുതൽ എന്താണ് പറയുന്നത് നമ്മൾ ശക്തി പ്രാപിച്ചു വരുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തടയിടാൻ വേണ്ടി തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള അതിന് ഏറ്റവും സ്യൂട്ടബിൾ പാകിസ്ഥാൻ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ബംഗ്ലാദേശിലൊക്കെ നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഇന്ത്യക്ക്
പ്രഹരമേൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു തന്നെയാണ്. അതുപോലെ തന്നെ റഷ്യക്ക് തടയിടാൻ വേണ്ടി യുക്രൈനെ അവർ 2014 മുതൽ അവിടെ പിന്നെ എന്താ പറയുക അവിടെ നിലനിന്ന ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു പപ്പറ്റ് സെലൻസ്കിയെ കൊണ്ടുവന്നിട്ട് അന്ന് മുതൽ റഷ്യക്കെതിരെ അവരൊരു പിന്നെ അല്ലേ ഒരു വാറിലേക്ക് റഷ്യ വാറിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ പണികളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി വാർ ഉണ്ടായി. ഇപ്പോൾ റഷ്യനെ അതിൽ കൊണ്ട് ട്രാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റുന്നതാണ്. നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, അല്ലെങ്കിൽ വിയറ്റ്നാമിൻ്റെ അത് അല്ലെങ്കിൽ അവർ അതിൻ്റെ ഫലമായിട്ട് രാജ്യത്തെ ഡിവൈഡ് ചെയ്യുകയും ഇല്ലേ, സൗത്ത് വിയറ്റ്നാം, നോർത്ത് വിയറ്റ്നാം, അല്ലെങ്കിൽ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നൊക്കെ പറയുന്ന, അതുപോലെ മിഡിൽ ഈസ്റ്റിലെല്ലാം നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് ഈ പറഞ്ഞ ബാലൻസ് ഓഫ് പവർ, ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവർ. അത് അതിൻ്റെ പിന്നെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റാർക്കും ഇതിനകത്ത് ഇത്ര വലിയ താല്പര്യം, കാരണം മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും ഗ്ലോബൽ അംബീഷനൊന്നുമില്ല, ഗ്ലോബൽ റീച്ചും ഇല്ല. അമേരിക്കയുടെ പോലെ അല്ലെങ്കിൽ പണ്ട് ബ്രിട്ടന്റെ പോലുള്ള ഗ്ലോബൽ റീച്ച് ഒന്നും ഈവൻ റഷ്യക്ക് പോലും ഇല്ല, ഇന്ത്യക്കില്ല, ചൈനയ്ക്കില്ല. അപ്പോൾ ഈ ഗ്ലോബൽ റീച്ച് എവിടെയും ലോകത്തിന്റെ എവിടെയും താല്പര്യമുള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് ലോകത്തിന്റെ ഈ പറഞ്ഞ റീജിയൻസിലെല്ലാം തന്നെ, അത് ഇപ്പം ഏഷ്യയിലായാലും, ഏഷ്യയിൽ തന്നെ മിഡിൽ ഈസ്റ്റ് ആയാലും, സെൻട്രൽ ഏഷ്യയിലായാലും, അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലായാലും, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലായാലും, പിന്നെ ആഫ്രിക്കയിലായാലും, മിഡിൽ ഈസ്റ്റ് നമ്മൾ പറഞ്ഞാണ്, ഈവൻ യൂറോപ്പിൽ തന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബാലൻസ് ഓഫ് പവർ ഈ പറഞ്ഞ സ്ട്രാറ്റജി നമുക്ക് കാണുവാൻ കഴിയും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് അവർ പാകിസ്ഥാനെ ഇപ്പോഴല്ല അവർ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് തന്നെ അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഉണ്ടാക്കി ആർട്ടിഫിഷ്യലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കാരണം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു രീതിയിലും പിന്നെ വളർന്ന് വലിയൊരു പവർ ആകരുത്, ശക്തി ആകരുത് എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ വളരെ മുന്നേ കൂട്ടി കണ്ടുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റിനെ മാനുഫാക്ചർഡ് സ്റ്റേറ്റ് ആണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ജിയോ പൊളിറ്റിക്കൽ അവരുടെ ബാലൻസ് ഓഫ് പവറിന് വേണ്ടി, അത് ഇന്ത്യക്ക് മാത്രമല്ല, കാരണം എൻ്റയർ ഈ സെൻട്രൽ ഏഷ്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പാകിസ്ഥാനെ ഉണ്ടാക്കിയത്. ഇസ്രയേലിനെ ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് അവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ. അതും ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ് ആണ്, അതും അമേരിക്കയുടെ പ്രോക്സി സ്റ്റേറ്റ് ആണ്. കാരണം മിഡിൽ ഈസ്റ്റിനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് ഇസ്രായേലിനെ ഉണ്ടാക്കിയത്. അങ്ങനെ അവർ ഇതുപോലുള്ള പിന്നെ ജിയോ പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത്, ഈ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ അവരുടെ ബാലൻസ് ഓഫ് പവർ നമുക്ക് ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കാണണം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഒരു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയല്ല, ചൈനയ്ക്കും പാകിസ്ഥാനും ഇടയ്ക്കൊരു വെഡ്ജ് ആപ്പടിച്ച് കയറ്റുക എന്നുള്ളതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. അപ്പം ചൈനയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും പാകിസ്ഥാനെ അടർത്തിയെടുക്കുക എന്നുള്ളതും അമേരിക്കയുടെ ലക്ഷ്യമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ടും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ. കാരണം ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്ക പാകിസ്ഥാന് മിലിറ്ററി സഹായങ്ങൾ കൊടുക്കുന്നത് ഒരു 90-നൊക്കെ ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക്, ആ വാക്വം ചൈനയാണ് ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമുക്കറിയാം ഇപ്പം പാകിസ്ഥാൻ്റെ ഏകദേശം ഈ 80% മുകളിൽ മിലിറ്ററി പിന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ചൈനയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചൈന സപ്ലൈ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ചൈനയുടെ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ആണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം അമേരിക്ക ആ ഒരു പിന്നെ വാക്വം അവിടെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ ഇൻഫ്ലുവൻസ് അമേരിക്കയുടെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറം, നമ്മളിത് ഉപരിപ്ലവമായിട്ട് പറയുന്നതാണ്, പക്ഷേ അങ്ങനെയൊന്നുമല്ല ജിയോ പൊളിറ്റിക്സ്. അമേരിക്ക അറിയാതെ സംഭവിക്കത്തില്ല. എന്നാൽ തന്നെ നമുക്ക് ഒരു ഫോർ ദ സേക്ക് ഓഫ് പറയാം, ചൈനയുടെ ഇൻഫ്ലുവൻസ് വല്ലാതെ വർദ്ധിക്കുകയും ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ മുകളിൽ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം മുകളിൽ റീജിയനിലൊക്കെ ചൈനയുടെ ഇൻഫ്ലുവൻസ് വർദ്ധിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്ക ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വീണ്ടും പാകിസ്ഥാനെ അവർ കൂട്ടുപിടിക്കുകയും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ഈ സർപ്രൈസിങ് ആയിട്ടുള്ള, പാകിസ്ഥാൻ പോലും സർപ്രൈസാണ് ഇത്രയും സഹായം അമേരിക്കയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് പാകിസ്ഥാൻ കൊടുക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഇന്ത്യക്ക് നൽകുന്നുണ്ട്. അടുത്ത സമയത്ത് ഇന്ത്യയായിട്ട് വേണ്ട $93 മില്യൺ ആം സെയിൽ പിന്നെ നമ്മളുടെ ഡിഫൻസിന് വേണ്ടി അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജാവലിൻ മിസൈൽ സിസ്റ്റം നമ്മൾ റിപ്പോർട്ടിൽ വായിച്ചാണ്, ഏകദേശം $45.7 മില്യൺ. അതുപോലെ തന്നെ എക്സ്കാലിബർ ടാക്ടിക്കൽ റൗണ്ട്സ് $47.1 മില്യൺ. അപ്പോൾ 93 മില്യൺ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഡെയിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്നും ഇല്ലെങ്കിൽ തന്നെയും റെഗുലറായിട്ട് ഇന്ത്യ അമേരിക്കയായിട്ടുള്ള ഡിഫൻസ് പിന്നെ എന്താണ് പറയുന്നത്, ഈ എഗ്രിമെൻ്റ് അല്ല, കരാറുകൾ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഒത്തിരി ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊതുവെ അറിയപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് വീണ്ടും അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് ഇത്രയും ഇന്ത്യയുമായിട്ട് ഇത്രയും പ്രതിരോധ കരാറുകൾ ഏർപ്പെട്ട് ഇത്രയും ആയുധങ്ങൾ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ ഇന്ത്യക്ക് നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൈനയുമായിട്ടുള്ള ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നത് അമേരിക്ക. ഇന്ത്യയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ്. പാകിസ്ഥാന് അമേരിക്ക വെപ്പൺസ് നൽകുന്നത് ഇന്ത്യയുടെ പവർ പ്രൊജക്ഷനെ അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന, അറ്റ് ദ സെയിം ടൈം ചൈനയിനകത്തിലൊരു ഫാക്ടർ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനക്കിടയിലെ ഒരു എന്താണ് പറയുന്നത്, ഒരു ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഒരു അവർ തമ്മിലുള്ള റിലേഷൻസിലൊരു കുറവുണ്ടാക്കുവാൻ സാധിക്കുമെങ്കിൽ, അതുപോലെ തന്നെ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട ചില ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ റിലേഷൻസിൽ നഷ്ടപ്പെട്ട ചില ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഏരിയാസിനെ തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ അതിനെ റീടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ റീഗെയിൻ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ട്. കാരണം അവരൊക്കെ അതിൻ്റെ ഒരു ലാർജർ ജിയോ പൊളിറ്റിക്കൽ, അത് ഇറാൻ വിഷയമാണ്, അഫ്ഗാനിസ്ഥാൻ വിഷയമാണ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പാകിസ്ഥാനെ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും പാകിസ്ഥാനായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ എന്താണ് പറയുക, ഒരു വാം റിലേഷൻ, ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് അവരുടെ വളരെ, നമുക്ക് അതിനെന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഒരു നൊട്ടോറിയസ് ആണ് ഡബിൾ സ്റ്റാൻഡേർഡിൽ അമേരിക്ക, അല്ലെങ്കിൽ പഴയ ബ്രിട്ടൻ, അല്ലെങ്കിൽ ഈവൻ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം അവരുടെ ഈ ഇരട്ടത്താപ്പ് നയങ്ങളിൽ വളരെ പ്രഗത്ഭന്മാരാണ്. അപ്പോൾ അവരുടെ ഈ പ്രാഗൽഭ്യം ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് എവിടെയും നമുക്ക് എപ്പോഴും നമുക്ക് ഇത് കാണുവാനും അറിയാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്, അവർക്ക് ഇന്റർനാഷണൽ ഒരു രാജ്യത്തിനും അവരുടെ രാജ്യ താല്പര്യം വരുമ്പോൾ ഈ പെർമനൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടോ പെർമനൻ്റ് ആയിട്ടുള്ള ഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിമിയൊന്നുമില്ല. എന്നുവെച്ചാൽ സ്ഥിരമായിട്ടുള്ള ശത്രുവും മിത്രമൊന്നുമില്ല, അവരുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഏറ്റവും കൂടുതൽ അത് പിന്നെ മുന്നിൽ നിർത്തി ഫങ്ഷൻ ചെയ്യുന്ന ഒരു രാജ്യം അമേരിക്കയാണ് തീർച്ചയായിട്ടും. അങ്ങനെ ബാക്കി എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ, കാരണം ഇന്ത്യയിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു, ഡിസ്കൗണ്ടഡ് പ്രൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. നാളെ സൗദി അറേബ്യ ഇതിലും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് ഓയിൽ തരാൻ അല്ലെങ്കിൽ എനർജി തരാൻ തരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പിന്നെ എന്താണ് പറയുന്നത്, സൗദിയുമായിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓയിൽ പർച്ചേസ് നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. അല്ല, നമുക്കിപ്പോൾ റഷ്യയായിട്ട് ബന്ധങ്ങളുണ്ട്. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രക്തബന്ധമൊന്നുമല്ലല്ലോ, ഇതെല്ലാം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അത് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പിന്നെ ഏതെങ്കിലും ഒരു സംഭവവികാസം നടക്കുന്നത് വരെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം കൈകോർക്കുകയും അല്ലെങ്കിൽ ഇതുപോലുള്ള കരാറുകളിലും അല്ലെങ്കിൽ ക്രയവിക്രയങ്ങളൊക്കെ ഏർപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ ഇന്റർനാഷണൽ റിലേഷൻസിൽ. അല്ല, അതിനപ്പുറത്ത് വേറെ രാജ്യ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അതിനകത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടോ പെർമനൻ്റ് ആയിട്ടുള്ള എനിമിയൊന്നുമില്ല, ഓൺലി ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്കയെ സംബന്ധിച്ചും അവരുടെ ജിയോ പൊളിറ്റിക്കൽ പിന്നെ ഓബ്ജക്റ്റീവ്സ് നിലനിർത്താൻ വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. കാരണം ഗ്ലോബൽ റീച്ചുള്ള ഒരേ ഒരു എന്താ പറയുന്നത്, ഡോമിനൻ്റ് ആയിട്ടുള്ള പവർ അമേരിക്കയാണ്. കാരണം നമുക്കറിയാം, അവർക്ക് ലോകത്ത് തന്നെ എത്രയോ മിലിറ്ററി പവർ ഉണ്ടെന്ന്, ഒരുപക്ഷെ മിലിറ്ററി ബേസ് ഉണ്ടെന്ന് അമേരിക്ക തന്നെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. ഏകദേശം ഒരു 600-ന് മുകളിൽ, 650-ന് മുകളിൽ, 800 ചില്ലുവാനം മിലിറ്ററി ബേസസ്, ചെറുതും വലുതായിട്ടുള്ള മിലിറ്ററി ബേസസ് ലോകത്തെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകം മൊത്തം അവരുടെ പിന്നെ കൈപ്പിടിയിലാണ് എന്നുള്ള ഒരു ഏം, വസ്തുതയുടെ തെളിവാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജ്യത്തിനും അതുപോലുള്ള മിലിറ്ററി ബേസുകളില്ല, ചൈനയ്ക്ക് പോലും ഇല്ല, റഷ്യയ്ക്ക് പോലും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ റീച്ചുള്ള ഒരേ ഒരു പവർ അമേരിക്കയാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്പർ വൺ പ്രിയോറിറ്റി അമേരിക്കയുടെ പ്രിയോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ബാലൻസ് ഓഫ് പവർ ലോകത്തിൻ്റെ എല്ലായിടത്തും ഈ ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ള ടാക്ടിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്ട്രാറ്റജി, അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ റിലേഷൻ ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പവർ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് നമ്മളുടെ പവർ അത്രയും ലിമിറ്റഡ് ആണ്, നമുക്ക് അത്രയ്ക്കുള്ള റീച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഗെയിം പ്ലാനിലും അത്രയ്ക്കുള്ള ഇൻറ്റൻസിറ്റി ഒക്കെ ഉള്ളൂ. ഇല്ല, നമുക്ക് തീർച്ചയായിട്ടും ഏം, ചെറിയ ചെറിയ ഗെയിം കളിക്കാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ഈവൻ ചൈനയ്ക്കായപ്പോലും അവർ ഒരു ഗ്ലോബൽ ഡോമിനൻസ് ഒന്നും അവർക്കായിട്ടില്ല ചൈനയ്ക്ക്. ഇക്കണോമിക്കലി ആയിട്ടുണ്ട്, പക്ഷേ സൈനികപരമായിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി, അവരുടെ മിലിറ്ററി പരമായിട്ടോ അവർക്ക് ഒരു ഗ്ലോബൽ റീച്ച് ഒന്നുമില്ല.
കാരണം അമേരിക്കയ്ക്കുള്ള മിലിറ്ററി ബേസിൻ്റെ പകുതിയുടെ പകുതി പോലും ചൈനയ്ക്കൊന്നുമില്ല. ഇക്കണോമിക്കലി അവർ ലോകത്തെ കീഴടക്കിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു ഇതാണ് അവരുടെ ബാലൻസ് ഓഫ് പവർ. അതവരുടെ പിന്നെ എന്താണ് പറയുന്നത്, അവരുടെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ പറഞ്ഞ ബാലൻസ് ഓഫ് പവർ കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിങ്ങനെ എന്താണ് പറയുന്നത്, മെയ്ക്ക് ഓർ ബ്രേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെയും എപ്പോഴും കാണാൻ പറ്റും. അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഫ്രണ്ടോ പെർമനൻ്റ് ആയിട്ടുള്ള എനിമിയൊന്നും ഇല്ല. അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് എപ്പോഴും അവർക്ക് സംരക്ഷിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നതും ഇന്ത്യക്ക് ആയുധങ്ങൾ തരുന്നതും, പാകിസ്ഥാൻ ആയുധം കൊടുക്കാതിരിക്കുന്നതും, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ ഇന്ത്യയായിട്ടുള്ള ബന്ധം പിന്നെ ഈ പറഞ്ഞ സ്മൂത്ത് അല്ലാതെ ആക്കി തീർക്കുന്നതൊക്കെ തന്നെ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവറിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.